സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗത ഗാന നൃത്തം ചിട്ടപ്പെടുത്താൻ ഒരു നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിലൂടെ വളർന്ന പ്രശസ്തയായ നടിക്ക് അഹങ്കാരവും ആർത്തിയുമാണ് എന്നും മന്ത്രി വിമർശിച്ചു. നടിയുടെ പേര് മന്ത്രി വെളിപ്പെടുത്തിയില്ല. ജനുവരി മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. സുനിഷ എല്ലൂർ വിവരങ്ങളുമായുണ്ട്. സുനിഷ, ഇതിപ്പോൾ വലിയ വിവാദവും വലിയ ചർച്ചകളുമായി കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയത്? സാധാരണ സ്കൂൾ കലോത്സവത്തിൽ അല്ലെങ്കിൽ കലോത്സവ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവരും ഈ തരത്തിൽ സൗജന്യമായി ഇവർക്ക് ക്ലാസ് കൊടുക്കുകയാണോ ചെയ്യാറ്? സ്മൃതി, അങ്ങനെയൊന്നും ഇല്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സെലിബ്രിറ്റികളെ സാധാരണ ഇത്തരത്തിൽ സ്വാഗത നൃത്തം പഠിപ്പിക്കാനായി വിളിക്കുന്നത് അതൊരു സെലിബ്രിറ്റി ഒരു മികവ് കൂടി അവിടെ വന്നോട്ടെ എന്ന് കരുതിയാണ് എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്നലെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം നാടകോത്സവവുമായി ബന്ധപ്പെട്ടൊരു സമാപന വേദിയിൽ മിനിസ്റ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ള നടന്മാർ പുറത്തുണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ രീതിയിലാണ് ഈ പ്രസംഗത്തിനിടയിൽ 4-ാം തീയതി മുതൽ കലോത്സവം ആരംഭിക്കുകയാണ്, അതിനിടയിൽ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം പറയുന്നത്. അതായത് സ്വാഗത നൃത്തം പഠിപ്പിക്കാനായി ഒരു നടിയെ സമീപിക്കുന്നു സംഘാടക സമിതി. അപ്പോൾ നടി പറയുന്ന കാര്യം പഠിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷേ അതിന് പ്രതിഫലമായി 5 ലക്ഷം രൂപ വേണമെന്നതാണ്. ഇതാണ് മന്ത്രി ഇത്തരത്തിൽ പ്രകോപിതനായി സംസാരിക്കുന്നതിന് കാരണമായത്. മന്ത്രി പറയുന്നത് യുവജനോത്സവ വേദിയിലൂടെ സിനിമയിലേക്ക് എത്തിയ, യുവജനോത്സവ വേദിയിൽ കലാകാരിയായി പിന്നീട് ഇത്തരത്തിൽ സിനിമയിലേക്ക് എത്തി മികച്ച നടിയായി മാറിയ ഒരാളാണ്. ഇത്തരത്തിൽ ഇതേ യുവജനോത്സവത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി ആവശ്യപ്പെട്ടപ്പോൾ പണം ചോദിച്ചത് എന്നതാണ് പറയുന്നത്. ആ പണം ചോദിച്ചത് അത് ആർത്തിയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന അഹങ്കാരമാണ് ഇതിന് പിന്നിലെന്ന് കാണിക്കുന്നു. ഒപ്പം തന്നെ ഈ മറ്റേ ഉദാഹരണം അടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു, മറ്റ് നടന്മാർ വരുന്നതിനെ കുറിച്ചും അങ്ങനെ അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇതേ യുവജനോത്സവ വേദിയിൽ യുവജനോത്സവത്തിലൂടെ തന്നെ മുന്നിലേക്ക് എത്തിയ ഒരു നടി ഇത്തരത്തിൽ പറയുന്നത്. അത് ശരിയല്ല എന്നതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ നടി ആര് എന്ന ചോദ്യത്തിനപ്പുറം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം പറയാൻ, ഇനി നടി ആരെങ്കിലും ആയിക്കോട്ടെ, പ്രതിഫലം ചോദിക്കുന്നത് ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കലാമൂല്യമൊക്കെ ഉയർത്തിക്കൊണ്ട് മറുവശത്ത് എന്തിനാണ് നടി ഇത്രയധികം ഈ പണം ചോദിച്ചത് എന്ന് ഒരു ഭാഗത്ത് വിമർശനം ഉയരുന്നുണ്ട്. അങ്ങനെ 2 തലത്തിൽ പോസിറ്റീവായും നെഗറ്റീവായും ഈ വിഷയത്തിൽ പ്രതികരണം വരുന്നു എന്നതാണ്. വലിയ രീതിയിൽ ഇത് വിവാദമാകുന്നു. പണം ചോദിക്കുന്നത് ഒരുപക്ഷെ പല രീതിയിലുള്ള വിമർശനങ്ങൾ പല വിധേനയും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നതാണ്. മന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോഗോ പ്രകാശനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മന്ത്രി എന്താണ് ഇത് പറയാനുണ്ടായ സാഹചര്യം, ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പണം ചോദിച്ചു ആ നടിയെ ഒഴിവാക്കുന്നു. മന്ത്രി പറയുന്നൊരു കാര്യവും അതാണ്. അതായത് പണം ചോദിച്ചു, സർക്കാരിന് 5 ലക്ഷം രൂപ നൽകാൻ പണം